എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടംപൊരിയുടെ വീഡിയോ ആണ്. ഉണ്ടംപൊരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഗുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ 1/2 കിലോ ഗോതമ്പ് മാവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1/4 കിലോ ശർക്കര, ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഒരു 5 പാളയംതടം പഴം നമുക്ക് പാത്രത്തിനകത്ത് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്നതിൽ നല്ലത് ചതച്ചെടുക്കുന്നതാണ്. ജ്യൂസ് അടിച്ചാൽ അത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ചതയ്ക്കുമ്പോഴെന്ന് പറയാൻ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഏലക്ക, അത് ഞാനൊരു 10 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ച് പൊടിച്ചെടുത്തതാണ്. പിന്നെ 1/2 കിലോ ഗോതമ്പ് മാവ്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആ ശർക്കര വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം ഇടാം, ചെറിയ ജീരകം ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പൂൾ ഇടാം. ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. ഞാൻ ചായക്കടയിൽ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ, ചായക്കടയിൽ അങ്ങനെ വലുതായിട്ട് ഒന്നും ഇടുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കൈവച്ച് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് കൈവച്ചുരുട്ടുന്ന പരുവത്തിലല്ല ഇത് വേണ്ടത്. കൈവച്ചുരുട്ടുന്ന പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളു വേവത്തില്ല, പിന്നെ കട്ടിയായിരിക്കും, പിന്നെ പുറം പൊട്ടും. നമ്മൾ എണ്ണയിട്ട് മൂപ്പിക്കുന്ന സമയത്ത് പുറം പൊട്ടി വരും. അപ്പം ഇത് കുറച്ചുകൂടെ ലൂസിൽ, അതായത് കയ്യിലെടുത്താൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു പരുവമാണ്. ആ ഒരു പരുവത്തിലേ എടുക്കാവൂ. നിങ്ങൾക്ക് അത് കുഴയ്ക്കുന്ന മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടെ ലൂസാവണം. അപ്പോൾ നമുക്കൊരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നല്ല മിക്സ് ചെയ്തെടുക്കണം, അതിനകത്താണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കണ്ട ഈ ഒരു പരുവം നമ്മൾ കയ്യിലെടുത്താൽ ഇങ്ങനെ താഴോട്ട്, ഇതിനിപ്പം നമുക്ക് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ച് ഈ മാവൊന്ന് പുളിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ലൂസാവും. അപ്പോൾ ആ ഒരു പരുവത്തിലേ എടുക്കാവും. അപ്പം അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് മാവെല്ലാം നല്ല പുളിച്ചു, നമ്മുടെ എണ്ണയും ചൂടായി. അപ്പം ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ട് ഉരുട്ടിയിടാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കയ്യിൽ മുക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഉരുട്ടി ഇടണം. മാവ് ലൂസായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവൊന്നും ഉരുട്ടുന്ന പോലെ അത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് കയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ഉരുട്ടി അങ്ങ് ഇട്ടാൽ മതി. അപ്പം എണ്ണയ്ക്കകത്ത് കിടന്ന് അത് നല്ല ഷേപ്പ് ആയിക്കോളും. അപ്പം എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കുറഞ്ഞ തീയിലേ വെക്കാവൂ. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ പുറം കരിയുമ്പം അകം വേവത്തുമില്ല. അതുകൊണ്ട് ചെറിയ തീയിലേ വേവിക്കാവൂ. പിന്നെ ശർക്കര ആയതുകൊണ്ട് പൊതുവേ ഇതിന് കളർ കുറവായിരിക്കും. പക്ഷെ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിരിക്കും ശർക്കര ആയതുകൊണ്ട്. പഞ്ചസാര ആണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് കളറായിരിക്കും. അപ്പം നമ്മൾ ഇത് ഒന്ന് തിരിച്ചിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പപ്പടം കുത്തി കൊണ്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം. 1-2 പ്രാവശ്യം അത് മൂത്ത് വരുന്നതനുസരിച്ച് ഇതിനകത്തൊന്ന് കുത്തി ഓട്ടയിട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അകത്തുള്ള ആ ആവിയെല്ലാം പോയി അകമെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ 1 പ്രാവശ്യം നമ്മൾ കുത്തി, ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് 1-2 പ്രാവശ്യം ചെറിയ കുത്തി കൊടുക്കണം. ഇതാണ് കുത്തി കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, ആവിയെല്ലാം പോയി ഉള്ളെല്ലാം നല്ല വെന്ത് കിട്ടും. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഗുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില സ്ഥലത്ത് ഇതിന് ഉണ്ടംപൊരി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇതിന് ഉണ്ടക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ബോണ്ട എന്ന് പറയും. പലയിടത്തും ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാലും കൂടുതൽ അറിയപ്പെടുന്ന ഉണ്ടംപൊരി എന്ന് പറഞ്ഞാൽ എല്ലായിടും അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതേപോലെ കയ്യിൽ സ്വല്പം വെള്ളം തൊട്ടിട്ട് അത് ഒലിച്ചിറങ്ങുന്ന പരുവം കണ്ടോ. അപ്പം നമ്മൾ കുറച്ചെടുത്ത് കൈക്കകത്തോട്ട് നമ്മുടെ ഒരു അളവിന് എടുത്തിട്ട് കൈക്കകത്തോട്ട് ചെറുതായിട്ടൊന്ന് കറക്കി ഉരുട്ടി അങ്ങ് എണ്ണയ്ക്കകത്തിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. അല്ല നമുക്കിത് ചപ്പാത്തിയുടെ മാവ് ഉരുട്ടുന്ന പോലെ ഒന്നും ഉരുട്ടുന്ന പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് കട്ടിയും കൂടുതലായിരിക്കും, ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ലൂസിലെടുക്കുമ്പോഴേ നമുക്ക് ആ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗുണ്ടിൻ്റെ അതേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. കട്ടി കൂടുമ്പം പുറം വെടിച്ച് വരും, പൊട്ടി വരും.
അകം വേവത്തുമില്ല, അകത്ത് ഭയങ്കര കട്ടിയായിരിക്കും. ഇതാണ് കറക്റ്റ് പരുവം. ഇത് നമുക്ക് ശർക്കരയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പഞ്ചസാരയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് പഞ്ചസാര അല്ല, ശർക്കരയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇട്ടത്. ശർക്കര ആയാലും പഞ്ചസാര ആയാലും അളവ് ഒരേപോലെ തന്നെയാണ്. ശർക്കരയ്ക്കാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അപ്പം നമ്മുടെ ഉണ്ടംപൊരി റെഡിയായി. അപ്പം അതാ നിങ്ങൾക്ക് ഇത് കാണാം, നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ. അതാ നല്ല പഞ്ഞി പോലെ, ഉള്ളെല്ലാം നല്ല ശരിക്ക് വെന്ത് നല്ല അടിപൊളി ഉണ്ടംപൊരി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നിടം വരെയും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.